ഹലോ മുത്തുമണീസ്, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത്താഴത്തിന് ഈ വെണ്ടിക്കച്ചാറും മുട്ട പൊരിച്ചതും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ അങ്ങനെ അത്താഴമൊക്കെ കഴിച്ചു. ഞാൻ അത്താഴത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഒരേ ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പനീൻ്റെ മരുന്ന് കഴിച്ചു, ചുമ മാറണേ ഇല്ല. എന്നാലും ഞാൻ നോമ്പ് വിട്ടില്ല കേട്ടോ, എടുത്തു. അപ്പോൾ അത് മാറാൻ വേണ്ടി കുറേ ഗുളികയും മരുന്നൊക്കെ കഴിച്ചു. എന്നാലും ചുമ മാറിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അത്താഴ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കയറി. അപ്പോൾ രാത്രി ഞാൻ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എണിച്ചിട്ട് പിന്നെ അരി ഉഴുന്നൊക്കെ ഒന്ന് ആട്ടിയെടുത്ത് പറഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് രാത്രി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രാവിലെ ആട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് ആട്ടി വെച്ച ശേഷം പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ റിൻഷിമോൾക്കും നല്ല ചുമയും പനിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അവൾ അത് വെച്ചിട്ട് സ്കൂളിൽ എക്സാമാണ്, മോഡൽ എക്സാമാണ്. അപ്പോൾ എഴുതാൻ പോയി. അപ്പോൾ ഞാനിതാ മിക്സിയിലാട്ടോ ആട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഒരു ഇതുണ്ടാകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ സാമ്പാറാട്ടോ, ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചുമ ആയത് കാരണം ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എന്താ ഒക്കെ കുട്ടികൾക്കൊക്കെ ചുമയാണ്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇപ്രാവശ്യത്തെ റംളാൻ ഇങ്ങനെയൊക്കെ ആയി പോയി കേട്ടോ. പോയ പ്രാവശ്യമൊക്കെ നമുക്ക് നല്ല എന്താ പറയുക വയ്യായും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നാരങ്ങ വെള്ളവും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉള്ള നോമ്പ് എടുക്കാൻ പറ്റാണ്ടാവും. അത് കാരണം ഫ്രൂട്ട്സും നാരങ്ങ വെള്ളം ഒന്നുമില്ല. ചൂടുള്ള ചായ കേട്ടോ കുടിക്കണത്. ചുമ കാരണം ചൂടുള്ള വെള്ളം തട്ടുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ പിന്നെ വെള്ളമൊന്നും കലക്കിയില്ല. പിന്നെ റിൻഷിമോൾ നേരത്തെ പോയി കേട്ടോ. അവൾക്കും നോൽമ്പാണ്. പെയ്യെങ്കിലും അവൾ നോൽമ്പ് വെച്ചു. അപ്പോൾ ഇതാ കുട്ടികൾക്ക് പിന്നെ ഇന്നലത്തെ അത്താഴത്തിന് വെച്ച ചോറും കറിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് കുട്ടികൾക്ക് മാഗി മതി എന്ന് പറഞ്ഞപ്പോൾ അവർ മൂന്നാളും മാഗി കേട്ടോ കൊടുത്തു. ചായയും മാഗിയൊക്കെ കൊടുത്തു. പിന്നെ ഞാനിത് ആട്ടിലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അവനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി നിന്ന് പിന്നെ അവനെയൊക്കെ കഴുകി റെഡിയാക്കി. എന്തായാലും ഈ വർഷം നോൽമ്പ് ഭയങ്കര എന്താ പറയുക ഒരേ വെയ്യായും ഇതൊക്കെ ആയപ്പോൾ ഒരു വിഷമം പോലെ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ നോമ്പിൻ്റെ ഈ ദിവസത്തിൻ്റെയും ബർക്കത്ത് കൊണ്ടൊക്കെ മാറട്ടെ. വയ്യായി വന്ന മക്കൾക്ക് വയ്യെങ്കിൽ തന്നെ ഒരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ മാവാടുന്ന സമയത്താട്ടോ വന്ന് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് എന്തോ എൻ്റെ ഗ്രൂപ്പും ഒക്കെ ഈ ഫോണിൽ തന്നെ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പിന്നെ റിൻഷിമോളുടെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് അവൾക്ക് പഠിക്കാനും കൊടുക്കണം, എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണം, അതിനൊക്കെ ഈ ഒരു ഫോൺ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതിനൊക്കെ റെഡിയാക്കി മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച്. പിന്നെ പാത്തുക്കുട്ടിക്ക് പിന്നെ ഇത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് എന്താ രാത്രിയായി ഉറക്കമില്ല, വെറുതെ ഇങ്ങനെ സങ്കടപ്പെടുക, തേങ്ങുക, കരയുക ഒക്കെ ചെയ്യുക കേട്ടോ. അവൾപ്പനി ഉണ്ടോയെന്ന് അറിയില്ല. അവളെ ഹോമിയോയിലേക്കൊന്ന് കൊണ്ടുപോകണം. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് അവർ റിയാസ്ക്ക് വിളിക്കാൻ വരുന്നവരെ ടിവിയും കണ്ട് നിൽക്കും കേട്ടോ. പിന്നെ ഫാത്തിമക്കുട്ടി അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒക്കെ നമ്മളിത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ചെരുപ്പൊക്കെ അവൾ ഒറ്റയ്ക്ക് ഇടും കേട്ടോ. കുറേ വട്ടം പറയണമെന്ന് മാത്രം ഇടുന്ന് പറയണമെന്ന്, അപ്പോൾ അവൾ അങ്ങനെ ഇടും. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, വയ്യാത്ത കാരണം. എന്താ പറയുക, നോമ്പ് എടുത്താലും നമുക്ക് ചുമയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ചുമച്ച് കഫവും തുപ്പവും വേണം. അപ്പം അതുകൊണ്ട് ഒരു ഇടങ്ങളും ഉണ്ടോ ഞാൻ പകുതി വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. എന്നാലും എനിക്കും ഉൾപ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് വായൊക്കെ എന്തോ ഒരു ചപ്പ് എന്നുള്ള പോലെ ഉണ്ട്. അല്ല ചൊടിയുള്ളത് കഴിക്കാൻ തോന്നും. അപ്പം നോമ്പ് തുറന്ന സമയത്ത് ഞാൻ കുറച്ച് എരിവും പുളികളിലൊക്കെ ഇട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ അങ്ങനെ പിന്നെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടിട്ട് പിന്നെ ഞാൻ വന്നു. പിന്നെ കുറച്ച് നേരം ഒന്ന് അത്താഴത്തിനൊക്കെ ഉറക്കമൊഴിച്ചല്ലേ പറഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കടന്ന് പിന്നെ അടിക്കലും തിരുമ്പലും തുടക്കലും പറഞ്ഞ പോലെ അത് വേറെ. പിന്നെ അങ്ങനെ ഞാൻ നോമ്പ് തുറക്കാനുള്ള മാവൊക്കെ ഒന്ന് സെറ്റാക്കി. മാവ് ആട്ടി വെച്ചത് കുറച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ വെച്ചു, സാമ്പാർ വെച്ചു. പിന്നെ അധികം ഇതൊന്നും ഇല്ല, സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറ. അങ്ങനെ വാങ്ങി കൊടുത്തു, ഞാൻ നോമ്പ് തുറന്നു. അപ്പോൾ ഇതാ റിൻഷിമോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുന്തിരി താഴത്ത് വീട്ടുകാർ കുറച്ച് മുന്തിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലവൾ അപ്പം ഞാനും നാക്കൊക്കെ ഒന്ന് ചൊടി വരട്ടേന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് കുറച്ച് വായിലിട്ട് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറയണ പോലെയല്ല, അങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. പിന്നെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ.
പിന്നെ വീഡിയോക്ക് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ, ഹൈപ്പും ചെയ്യുക. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കഴിച്ചപ്പോൾ ഒരു പാട്ടിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിൻഷിമോൾ അതുപോലെ ചെയ്താൽ കേട്ടോ, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. പക്ഷെ സംഭവം കിടിലം അടിപൊളിയായിട്ടുണ്ട്. പനിച്ചതിൻ്റെ തൊള്ളയൊക്കെ ഒന്ന് ചൊടി വെക്കും കേട്ടോ. അപ്പോൾ റിയാസ്കിൻ കുറച്ച് കഴിച്ച് നോക്കി, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു, അടിപൊളിയായിരുന്നു. പക്ഷെ എന്താ എരിവായതുകൊണ്ട് നാക്കൊക്കെ ഒന്ന്, പനിയാണെങ്കിലും ചുമയാണെങ്കിലും. പിന്നെ മുന്തിരി തണുപ്പാണല്ലോ, അപ്പോൾ ഈ മുന്തിരി തണുപ്പല്ല എന്നാട്ടോ, നമ്മുടെ താഴത്ത് വീട്ടുകാർ കൊണ്ട് തന്നതാണ്. അപ്പോൾ അത് തിന്നു. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, അസ്സലാമു അലൈക്കും.